നമസ്കാരം. 140 ദിവസം നമുക്ക് കൃത്യമായ ചില വ്യാപാര കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇതിനു മുമ്പ് തന്നെ വിമാക്ക് ഒരു ബിസിനസ് മോഡൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ എൻക്വയറികൾ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. കൃത്യമായ ഒരു ബിസിനസ് മോഡൽ വർക്കൗട്ട് ചെയ്യുന്നതുവരെ ക്ഷമയോടെ കാത്തിരിക്കണം. ഇപ്പോൾ ലണ്ടനിൽ നിന്നുള്ളൊരു എൻക്വയറിയാണ്. 140 ദിവസം പിന്നിടുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും സെയിലിംഗ് കമൻട്രി ചർച്ചയാകുന്നു എന്നുള്ളതാണ്, ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ എൻക്വയറിയുടെ ഒരു സവിശേഷത. ലണ്ടനിലെ ഒരു ഗ്രോസറി ട്രേഡറാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. വി ആർ ഗ്രോസറി ട്രേഡർ ഇൻ ലണ്ടൻ. വി ലോക്കലി സപ്ലൈ ഇന്ത്യൻ ഗ്രോസറി. വി ഇമ്പോർട്ട് ഗ്രോസറി. കൈൻഡ്ലി ലെറ്റ് മീ നോ യുവർ ബാക്ക്ഗ്രൗണ്ട്, ട്രേഡിംഗ് കമ്മോഡിറ്റി, വോളിയം ഓഫ് കൺസൈൻമെൻറ്റ്, സോ ദാറ്റ് വി ക്യാൻ സ്റ്റാർട്ട് ഡീൽ വിത്ത് യു. നമ്മൾ സെയിലിംഗ് കമൻട്രി ഇത്തരം കാര്യങ്ങൾ, വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ കരുതുന്നത് നമ്മൾ ഇത്തരം വ്യാപാരങ്ങളും നടത്തുന്നുണ്ട് എന്നാവും. എന്തായാലും നമുക്ക് വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഗ്രോസറി. ലണ്ടൻ താരതമ്യേന ചെറിയ മാർക്കറ്റാണ്, എന്നാൽ പോലും യൂറോപ്പിലോട്ടൊക്കെ വളരാൻ സാധ്യതയുള്ള ഒരു മാർക്കറ്റാണ്. ഈ ബന്ധം ഉപയോഗപ്പെടുത്തി നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയേക്കും. അതുകൊണ്ട് സെയിലിംഗ് കമൻട്രിയുടെ പ്രേക്ഷകർ ഈ അവസരം ഉപയോഗപ്പെടുത്തണം. ഗ്രോസറി എന്ന് പറഞ്ഞ് നമുക്ക് കയറ്റുമതി ചെയ്യാവുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ, പ്രേക്ഷകരുടെ കയ്യിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അറിവിലുള്ളത്, അവയുടെ വില കിലോഗ്രാം ആവാം, ടണ്ണാവാം, അതിൻ്റെ വില, ഏതൊക്കെ സാധനങ്ങൾ, അതിൻ്റെ വില, തിരുവനന്തപുരത്ത് എത്തുന്ന വിലയാണ് വേണ്ടത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് തിരുവനന്തപുരത്ത് എത്തുന്ന വില എത്രയായിരിക്കും, എത്ര ദിവസത്തിനുള്ളിൽ എത്തിച്ചു തരാൻ പറ്റും, അതിൻ്റെ ഗുണമേന്മ പലതരമുണ്ടല്ലോ, 1-ാം തരം 2-ാം തരം എന്നൊക്കെ പറയുന്ന ഗുണനിലവാരം, ഇവയൊക്കെ വെച്ചുകൊണ്ട് ഒരു വില നിലവാരം അറിയിച്ചാൽ, ഒരു കൊട്ടേഷൻ പോലെ നൽകിയാൽ, ഇതെല്ലാം കൂടി കമ്പൈൽ ചെയ്ത് ലണ്ടനിലെ ഈ ട്രേഡറിന് അയച്ചു കൊടുക്കാം. തുറമുഖത്തു നിന്നും ആദ്യത്തെ കപ്പൽ പുറപ്പെടുമ്പോൾ തന്നെ നമുക്കിവിടെ നിന്നും ലണ്ടനിലേക്ക് മിനിമം ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ലെസ് ദാൻ എ കണ്ടെയ്നർ കുറച്ചെങ്കിലും സാധനങ്ങൾ ഗ്രോസറിയായി നമുക്ക് കയറ്റിവിടാൻ പറ്റുമോ എന്നുള്ളതാണ് ഈ പരിശ്രമത്തിൻ്റെ പിന്നിലുള്ള താല്പര്യം. ഇതോടൊപ്പം 1-2 ബിസിനസ് മോഡലുകൾ വളരെ താമസിയാതെ വിമാക്ക് അവതരിപ്പിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇത് 9847124633 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. ദയവേത് വിളിക്കാതിരിക്കുക, വാട്സാപ്പ് ചെയ്യുക. നമുക്ക് ഈ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളെപ്പോലെ മൈറ്റി പവറൊന്നുമില്ലല്ലോ. നമുക്കിങ്ങനെ പ്രേ പെറ്റീഷൻ, ഗാന്ധിയൻ സ്റ്റൈലിൽ ഇങ്ങനെ കാര്യങ്ങൾ, അപേക്ഷ, പ്രാർത്ഥന രൂപത്തിൽ അറിയിച്ചുകൊണ്ടേയിരിക്കാം. അതൊക്കെ ചവറ്റുകൊട്ടയിൽ പോകുന്നതിൻ്റെ കാരണങ്ങൾ നമുക്കറിയാമെങ്കിലും ഒരു കാരണം ദ്രുതഗതിയിൽ ഷടപടേന്ന് വരുന്നുണ്ട്, ധമാർ ഭട്ടാർ പോലെ. ഫെബ്രുവരി 6-9 തീയതികളിൽ ഒരു കോൺഫറൻസ് നടക്കുകയാണ്. എന്താണ്? The new deal could be signed during an energy conference in India from Feb 6-9. അടുത്ത മാസം വരുന്നു, ഒരു മാസമില്ല, തൊട്ടടുത്ത ദിവസങ്ങളിൽ 6-9 തീയതികളിൽ സൈൻ ചെയ്യാൻ പോവുകയാണ് എഗ്രിമെൻറ്റ്. എന്താണ് സൈൻ ചെയ്യാൻ പോകുന്നത്? ഖത്തർ എനർജി വിത്തിൻ വീക്സ് കുഡ് സൈൻ എ ലോങ് ടേം ഡീൽ ടു പ്രൊവൈഡ് LNG to Indian buyers on cheaper and more flexible terms than existing contracts, as India seeks to meet a goal to increase the fuel's use. നമ്മൾ മെത്തനോൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കഴിഞ്ഞ കുറേ 100 ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്തുകൊണ്ട് ചവറ്റുകൊട്ടയിൽ പോകുന്നതെന്ന് അറിയാമല്ലോ. ഖത്തർ എന്താണ് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ പോകുന്നത്? നിങ്ങൾ മെത്തനോളിലൊന്നും പോകണ്ട, ഞങ്ങളുടെ നാച്ചുറൽ ഗ്യാസ് LNG വളരെ കുറഞ്ഞ വിലയ്ക്ക്, ഫ്ലെക്സിബിൾ ടേംസ്, പൈസയൊന്നും അഡ്വാൻസ് തരണമെന്നില്ല, പൈസയൊക്കെ ക്രെഡിറ്റ് ആയിട്ട്, ഇൻട്രസ്റ്റ് ഇല്ലാതെ, അങ്ങനെ പലതരത്തിലായിട്ട് ഞങ്ങൾ സാധനങ്ങൾ തരും. നിങ്ങൾ ആവശ്യമില്ലാതെ ഈ മെത്തനോൾ പോലുള്ള തലവേദനകളിലോട്ടൊന്നും നിങ്ങൾ പോകേണ്ടതില്ല എന്ന് വെട്ടി തുറന്ന് തന്നെ അവർ പറയുന്നു. 2050 വരെയുള്ളതാണ് ഈ ഡീല്. പിന്നെ ഇനി നമ്മൾ തിരിഞ്ഞൊന്നും നോക്കണ്ട, എത്ര കൊല്ലമാണ്. നമുക്കിത് മെത്തനോൾ എന്നൊക്കെ പറഞ്ഞ് മെത്തയുടെ അടിയിൽ കൂട്ടി വെച്ച് കിടന്ന് ഉറങ്ങാം. It would extend contracts set to explore in 2028 for the supply of 8.5 million metric ton per year LNG to Indian buyers and play a part in meeting Prime Minister Narendra Modi's aim to raise the share to natural gas in the country's energy mix to
15% by 2030 from 6.3% now. ഇപ്പോൾ 6% ഉള്ളൂ, 6.3% ഉള്ളൂ. അത് പ്രൈം മിനിസ്റ്ററിൻ്റെ സ്വപ്നമായ അദ്ദേഹത്തിൻ്റെ മിഷൻ പോലെ 15% മിക്സ് നാച്ചുറൽ ഗ്യാസ് എനർജി മിക്സിൽ കൊണ്ടുവരുന്ന തരത്തിൽ നിലവിലുള്ള 8.5 മില്യൺ മെട്രിക് ടൺ എന്നുള്ളത് കൂട്ടിക്കൊണ്ടുള്ള ഒരു കരാറാണ് ഒപ്പിടാൻ ആഗ്രഹിക്കുന്നത്. ഇറ്റ് വുഡ് എക്സ്റ്റെൻഡ് കോൺട്രാക്ട്സ് സെറ്റ് ടു എക്സ്പയർ ഇൻ 2028. ഇപ്പോൾ കരാറ് 2028 അവസാനിക്കുമ്പോൾ അതിനേക്കാൾ കൂടിയ സാധനങ്ങൾ, കൂടിയ ക്വാണ്ടിറ്റി, കുറഞ്ഞ നിരക്കിന് ദീർഘകാല പാട്ടക്കരാറിന് ഞങ്ങൾ നൽകിക്കൊള്ളാം എന്നുള്ളതാണ് പുതിയ താൽപ്പര്യം. അണ്ടർ ദ എക്സിസ്റ്റിംഗ് ഡീൽ, ഇന്ത്യസ് ടോപ്പ് ഗ്യാസ് ഇമ്പോർട്ടർ പെട്രോനെറ്റ് LNG ഇമ്പോർട്ട്സ് 7.5 മില്യൺ ടൺ പെർ ഇയർ. അപ്പോൾ നേരത്തെ പറഞ്ഞ 8.5 ബാക്കിയുള്ള എല്ലാ ഇമ്പോർട്ടേഴ്സും കൂടെ ചേരുന്നതായിരിക്കും. ഇവിടെ പെട്രോനെറ്റ് LNG മാത്രം 7.5 മില്യൺ മെട്രിക് ടൺ പെർ ഇയർ ഒരു വർഷം ഓഫ് LNG ഫ്രം ഖത്തർ ഓൺ എ ഡെലിവേർഡ് ബേസിസ് with a slope of 12.67% and a fixed charge of 52 cents. അതൊക്കെ വിടാം. എന്തായാലും 7.5 മില്യൺ ടൺ പെർ ഇയർ പെട്രോനെറ്റ് LNG ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്ത ദീർഘകാലം 2050 വരെയുള്ള കരാറിലോട്ട് പോകുന്ന നടപടി അത് ഒപ്പിടാൻ പോവുകയാണ് ഫെബ്രുവരി 6-9 തീയതികളിൽ. ഇതിനിടയ്ക്കാണ് നമ്മൾ മെത്തനോൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വെറുതെ കേന്ദ്ര സർക്കാരിനെ ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. നമുക്ക് ഒരു ശല്യക്കാരനായ വ്യവഹാരി എന്ന നിലയ്ക്ക് നമ്മുടെ ശല്യം തുടരാം. അവർക്ക് എന്തെങ്കിലും വെളിപാടുണ്ടാകുമെങ്കിൽ. കാരണം നാച്ചുറൽ ഗ്യാസ് എത്ര വില കുറച്ച് വന്നാലും വിദേശ നാണ്യം ഖത്തറിന് കൊടുക്കേണ്ടി വരും. ഇവിടെ സ്വന്തം നാട്ടിലെ വേസ്റ്റും അഗ്രി വേസ്റ്റും ഡൽഹിയിലിട്ട് കത്തിച്ച്, ഹരിയാനയിലിട്ട് കത്തിച്ച്, പഞ്ചാബിലിട്ട് കത്തിച്ച് അവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പൊറുതിമുട്ടുന്ന ഒരു വിഷയത്തിന് പരിഹാരമാണ് നമ്മൾ പറയുന്ന മെത്തനോൾ. അത് ശ്രദ്ധിക്കാതെ, അത് കേട്ട ഭാവം നടിക്കാതെ തുടർന്നും ഖത്തറിൻ്റെ LNG ഇറക്കുമതി ചെയ്ത് കപ്പലുകൾ പോലും LNG കാര്യത്തിൽ പിന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും നമ്മൾ LNG ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ലോകത്തിന് LNG വേണ്ടാതാകുമ്പോൾ അത് ഏറ്റെടുക്കാൻ ഒരാൾ ഇവിടെ ഉണ്ട്. ആ അർത്ഥത്തിലാണ് വില കുറച്ചും വ്യവസ്ഥ കുറച്ചും ഞങ്ങൾ നിങ്ങൾക്ക് LNG തരാമെന്ന് ഖത്തർ വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.